काली माँ काली, काली कलकत्ते वाली, चौधरी बंगालन, मलाई मसान वाली, तेलिया मसान की खोपड़ी। हर हर बम बम, हर हर बम बम, ओम नमः शिवाय, ओम नमः शिवाय। चौधरी बंगालन, छोड़ दे। काहे को परेशान किया है? छोड़ दे। नहीं छोड़ेंगे, नहीं छोड़ेंगे। अस्सलाम वालेकुम, या मालिक अलैहिस्सलाम, या मालिक अलैहिस्सलाम, या अल्लाह, या अल्लाह, या जिब्रील अलैहिस्सलाम, या जिब्रील अलैहिस्सलाम, या मालिक अलैहिस्सलाम, या मालिक अलैहिस्सलाम, या अज़राइल अलैहिस्सलाम, या अज़राइल अलैहिस्सलाम, या मुनकर निकिल अलैहिस्सलाम। ഈ തടിയിലാരാളെ നമ്മൾ ആലിക്കുട്ടിയാ. ഇതെന്നെ ഇക്കണ്ട ഒച്ചയാണല്ലോ. ഇത് നമ്മുടെ വീടാ. ഇതെങ്ങനെ വഫത്തായ? ഓര് നമ്മളെ കൊന്നതാ. ഓര് നമുക്കറിയാം. അവിശ്വസനീയമായി തോന്നുമെങ്കിലും മരണപ്പെട്ട ആളിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി കേസ് തെളിയിച്ച സംഭവം പോലീസ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കുട്ടി പറഞ്ഞത് ആ കുട്ടിയുടെ ഉപബോധ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളാകാം. എന്നാലും പൂർണ്ണമായും വിശ്വസിക്കാനാകാതെ ആ കേസ് ഇപ്പോഴും നമ്മുടെ കേസ് ഫയലുകളിൽ കിടപ്പുണ്ട്. ഇവിടെ ഫ്രീസ് ചെയ്യാം. പിന്നെ സാറിന്റെ വിഷ്വൽസ് ഇവിടെ ഇടണേ. നേരത്തെ പറഞ്ഞ ഫോട്ടേജസ് മറക്കല്ലേ കൊടുക്കാൻ. ഇല്ലില്ല. ഹലോ, ആ സാർ ഞാൻ എന്താ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുക. ഒരു 20 മിനിറ്റ്സിലെത്താം സാർ. സാർ അവിടെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ സാർ, ശരി. ഡാ, ഞാനൊരു വീട് വാടകയ്ക്ക് എടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ ഹൗസ് ഓണറാണ് വിളിച്ചത്. പുള്ളി കുറേ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പോയി വീട് കണ്ടിട്ട് വരാം. നീ അപ്പോഴേക്ക് ഈ എപ്പിസോഡൊന്ന് പാക്ക് ചെയ്ത് വെക്ക്. ഡീൽ. പിന്നെ നൈറ്റ് ഷിഫ്റ്റിന്റെ ഹാങ് ഓവർ ഒന്നും ഇല്ലല്ലോ എനിക്ക്. പിന്നെ നല്ല ഫ്രഷ് ലുക്ക് അല്ലേ. ഇയാള് പോയിട്ട് ശരി. പിന്നെ പുലി ഇല്ലല്ലോ. ഏയ്, പുലി വന്നിട്ടില്ല. പുള്ളി അങ്ങ് സിംഗപ്പൂർ അവാർഡ് വാങ്ങാൻ പോയിക്കല്ലേ. പക്ഷെ പുലിമടയിൽ പെൺപുലി ഇറങ്ങിയിട്ടുണ്ട്. സാക്ഷാൽ റോഷിനി മാഡം വെളുപ്പിനെ എത്തി. ഈ പ്രോഗ്രാം ഹെഡിന്റെ വൈഫാന്ന് പറഞ്ഞ് ഇവർ എന്തിനാടോ ഇവിടെ എപ്പോഴും വന്നിരിക്കുന്നത്. എല്ലാത്തിലും കയറി ഇടപെട്ടോളൂ. പിന്നെ എനിക്കാണെങ്കിൽ ചിലപ്പോ അങ്ങ് ഡയറക്ടർ ബോർഡ് മെമ്പറിന്റെ മോളും കൂടിയല്ലേ, അപ്പൊ അതിന്റെ ഒരു ഉത്തരവാദിത്വ ബോധം കാണിക്കുന്നേ. ഏയ്, ഇതിങ്ങനെയല്ല, മാറ്റിയിടണം കേട്ടോ. ഓക്കെ. ഹലോ, മേധ പത്മജ. ഷോ എങ്ങനെയുണ്ട്? റേറ്റിംഗ് അല്പം ഡ്രോപ്പ് ആയെന്ന് കേട്ടു. പുതിയ പ്രേതകഥകളൊന്നും കിട്ടുന്നില്ലേ? ഇല്ലെങ്കിലേ സ്വന്തമായി കഥകളുണ്ടാക്കി കുറച്ചുകൂടി ബെറ്റർ ആക്കണം കേട്ടോ. റേറ്റിംഗും മാഡ്രോവിൻ്റെയൊക്കെ കുറഞ്ഞ എല്ലാം പോയില്ലേ? നോക്കാം. ഒന്ന് അത്യാവശ്യമായിട്ട് വെളിയിൽ പോവാം. ഷിഫ്റ്റ് കഴിയാറായോ മേധയുടെ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല, പോയിട്ട് വരും. പോയിട്ട് വരും. പിന്നെ ഹലോ, വസുതയാ മോളെ. എന്താ കാര്യം? അജയ് വിളിച്ചിരുന്നോ മോളെ? ഇല്ല, എന്നെ ആരും വിളിച്ചില്ല. ഞാനറിയാതെ അവൻ വിളിക്കില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ വിളിച്ചത് മോളോട് മറ്റൊരു കാര്യം പറയാനാ. ഡിവോഴ്സ് കഴിയുമ്പോൾ വേദ ഫ്രീ ആകും. മോളുടെ തിരക്കിനിടയിൽ ചിന്നൂനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പ്രത്യേകിച്ച് മറ്റൊരു വിവാഹം കൂടി കഴിയുമ്പോൾ. അപ്പോ ചിന്നു സഫർ ചെയ്യരുത്. എൻ്റെ മോൻ്റെ കുട്ടി മറ്റൊരാളെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പം അങ്ങനെ ഒരു ചിന്തയില്ല. ഇനി ചിന്തിച്ചു കൂടന്നില്ലല്ലോ. ചിന്തിക്കുമ്പോൾ അറിയിക്കാം. ഇപ്പം ഞാൻ ഇച്ചിരി തിരക്കില്ല. ശരി. പരംകുരിച്ച് പറയാറുണ്ട്, ദേഷ്യം നമുക്ക് പലതും നഷ്ടപ്പെടുത്തുമെന്ന്. മോളൊന്ന് സമാധാനമായിട്ട് ആലോചിക്കും. സ്വന്തം കുഞ്ഞിന്റെ നന്മയല്ലേ മോളെ ഏതൊരമ്മയുടെയും സന്തോഷം. ഇക്കാര്യം പറഞ്ഞ് എന്നെ ദയവ് ചെയ്ത് നീ വിളിക്കരുത്.
ഫോൺ. ഹലോ. യെസ് സർ. കണ്ടില്ല സർ. ഐ വിൽ ചെക്ക് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു സർ. സർ ഓക്കെ. നഗരപരിധിയിൽ തന്നെയുള്ള കായലിൽ നിന്നാണ് മത്സ്യബന്ധന തൊഴിലാളിയായ മരിയദാസിന് ഇന്ന് ഒരു കവർ ലഭിച്ചത്. തന്റെ വലയിൽ കുടുങ്ങിയ കവറിനുള്ളിൽ ഒരു തലയോട്ടി കണ്ട് വിറങ്ങലിച്ചു പോയ അയാൾ ഉടൻ തന്നെ നാട്ടുകാരെ അറിയിക്കുകയും അവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയുമായിരുന്നു. ആഭ്യന്തരമന്ത്രി ആലത്തൂർ രഘുത്തമന്റെ നിയോജകമണ്ഡലമായതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട് വിളിച്ച് പോലീസിനോട് വിശദാംശങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. കൂടാതെ തലയോട്ടി കണ്ടെടുത്തതിന് ഏതാനും മീറ്ററുകൾക്കപ്പുറമാണ് അടുത്ത ദിവസം മന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന നവീകരിച്ച ബോട്ട് ക്ലബ്ബ്. ഇത്തരമൊരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം മാറ്റിവെക്കുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ഈ കേസിന് തുമ്പുണ്ടാക്കേണ്ടത് സർക്കാരിന് മുന്നിൽ ഒരു കനത്ത വെല്ലുവിളിയായിരിക്കും. ഒരുപാട് ചരിത്രമുള്ള കിണറാ. ഈ മാവിൽ നിന്ന് മാങ്ങയും പറിച്ച് വെളിച്ചെണ്ണയും ഉപ്പും മുളകും ചേർത്തൊരു പിടി അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് ഈ കിണറ്റിലെ നല്ല കണ്ണീര് പോലത്തെ വെള്ളവും കൂടി കോരി കുടിക്കുമ്പോ അധിക നാളൊന്നും ആള് താമസമില്ലാതെ ഇട്ടിട്ടില്ല. ഈ ഇരിക്കുന്നൊക്കെ കാരണവന്മാരുടെ ഫോട്ടോകളാ. അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ട്. ഇതെന്റെ കുടുംബ വീടാ. ഷെയർ കിട്ടിയത് എനിക്ക്. ഇതിപ്പോ വാടകയ്ക്ക് കൊടുത്തിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പിന്നെ ഈ മുറിയിൽ AC ഉണ്ട്. ടിവിയും ഫ്രിഡ്ജും ഗ്യാസും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. സാറേ 302 ഇടാ അല്ലേ? ഒന്ന് സമാനപ്പെട് സൈഷേ. വകുപ്പൊക്കെ നമുക്കിടാം. വകുപ്പ് പ്രശ്നമാവും സാറേ. കാരണം നമ്മുടെ വകുപ്പ് മന്ത്രിയുടെ മോനുമായിട്ട് കണക്ട് ചെയ്ത് ചില അടക്കം പറച്ചിലുകളൊക്കെ ഏരിയയിലുണ്ട്. അതെന്താ സംഭവം? അത് സാറേ 2 കൊല്ലം മുമ്പുള്ള ഒരു പെങ്കൊച്ചിന്റെ മിസ്സിംഗ് കേസ്. ആ കൊച്ചിന് നമ്മുടെ മന്ത്രി ആലത്തൂർ രഘുത്തമ സാറിന്റെ മോനുമായിട്ട് പ്രണയം. ചെറുക്കൻ കൈയൊഴിഞ്ഞു, പെണ്ണ് വിട്ടില്ല. മന്ത്രി വീട് കയറി വരട്ടി നോക്കിയിട്ടും നടപടിയായില്ല. അങ്ങനെ ഇരുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനെ കാണാനില്ല. പരാതി അന്വേഷണമൊക്കെ അതിന്റെ വഴിക്ക് നടന്നെങ്കിലും ഒരു തുമ്പുമില്ല. അല്ല, സതീഷിന് ഇതിലിങ്ങനെ ഒരു ഡൗട്ട് തോന്നാൻ കാര്യം? സാറേ, ഇവിടത്തെ ആ പഴയ ബോട്ട് ക്ലബ്ബല്ലേ മന്ത്രിയുടെ മോന്റെയും കൂട്ടുകാരുടെയും താവളം. എല്ലാ വിവാദത്തിലേക്കും മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളുടെ പേര് വലിച്ചിഴക്കുന്നത് ചിലരുടെ രാഷ്ട്രീയ പാപ്പരത്തം എന്നേ പറയാനുള്ളൂ. ഞാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അത്തരത്തിലൊരു ആരോപണമുണ്ടായ സാഹചര്യത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്ത് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിലെ ഏറ്റവും മികച്ച ടീം തന്നെ ഈ കേസ് അന്വേഷിക്കും. വൈകാതെ സത്യം പുറത്തു വരും. അപ്പോൾ ശരി. And the skull was found just 200 meters from the boat club. No other remains were located in the നാഷണൽ മീഡിയ വരെ കവർ ചെയ്യുന്നുണ്ട്. സർ, അത് SHOയോട് സംസാരിച്ചു. പോലീസ് സീനിലെത്തുന്നതിന് മുമ്പ് ആരോ കുറച്ച് ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ സ്പ്രെഡ് ആയതാണ്. ഇപ്പൊ സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിംഗിൾ ഡിജിറ്റ് ബ്യൂറോ ആൻഡ് ഫോറൻസിക് ടീം സീനിലെത്തിയിട്ടുമുണ്ട്. ഓക്കെ, എനിഹൗ DG വിളിച്ചിരുന്നു. ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. ഇമ്മീഡിയറ്റ്ലി ഒരു സ്പെഷ്യൽ ടീമിനെ അസൈൻ ചെയ്യാനാണ് ഇൻസ്ട്രക്ഷൻ. ഐ സജസ്റ്റ് ACP സത്യജിതൻ ടീം. ഹലോ, അമ്മ എവിടെയാ? ആ, ഞാൻ നിന്റെ ജാതകം കൊണ്ട് പണിക്കരുടെ അവിടെ വരെ പോയതാ. കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാന്ന് വിചാരിച്ചു. ബെസ്റ്റ്. എന്തോന്നമ്മ ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ? നിനക്ക് വിശ്വാസം ഇല്ലാതെ വിട. ആ പിന്നെ നീ അയച്ച ഫോട്ടോസ് ഒക്കെ കണ്ടു. ആ വീട് തിരക്കിട്ടില്ലല്ലോ. അതല്ലേ അമ്മ ഞാൻ അപ്പൊ തന്നെ അയച്ചേ. നിനക്ക് ഇഷ്ടമായെങ്കിൽ അഡ്വാൻസ് കൊടുത്ത് ഉറപ്പിക്ക്.
അല്ലേ മോളെ? അമ്മ ഒരു കോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ചിന്നുന്റെ അടുത്ത് ഞാൻ രാത്രി വിളിക്കാന്ന് പറഞ്ഞേക്ക്. ശരി ശരി. രാജീവ് ഫിൽമി സർ, നമുക്ക് സ്കള്ള് കൂടാതെ ബാഗിൽ നിന്ന് കുറച്ച് ഹെയർസും ടിഷ്യൂ റെമിനൻസും ബ്ലഡ് ക്ലോട്ട്സും കിട്ടിയിട്ടുണ്ട്. ബട്ട് ഹൈലി പ്യൂരിഫൈഡ് സ്റ്റേറ്റിലായതുകൊണ്ട് DNA എക്സ്ട്രാക്ഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനിയിപ്പോൾ ലാബ് അനാലിസിസിലൂടെ മാത്രമേ എന്തെങ്കിലും പറയാനാവൂ. ആ ഫയൽ സർ പ്ലീസ്. സാർ, ഇത് നീല മാഡം, പുതിയ IPS പ്രൊഫഷണൽ. സത്യജിത്ത്, നീലയെക്കുറിച്ച് DC പറഞ്ഞിരുന്നു. ബാക്കി നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇറ്റ്സ് ടൈം ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഗാർബേജ് ബാഗിൽ പൊതിഞ്ഞൊരു ഹ്യൂമൻ സ്കൾ. ഇപ്പോൾ നമുക്ക് അത്ര മാത്രമേ അറിയൂ. ഇത് SHO രാജ്പ്രകാശ് ഷീൽ ഷെയർ ദ ഡീറ്റെയിൽസ്. കൂടുതൽ നിഗമനങ്ങളൊന്നും ഷെയർ ചെയ്യാൻ മാത്രം ആയിട്ടില്ല. കായലിൽ നിന്ന് ഒരു ഗാർബേജ് ബാഗിൽ പൊതിഞ്ഞ മ്യൂട്ടിലേറ്റഡ് ആയ പഴകിയ ഒരു ഹ്യൂമൻ സ്കള്ള് കിട്ടിയിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഇതൊരു നാച്ചുറൽ ഡെത്ത് അല്ല. ഇവിടെ കായലിലും പരിസരങ്ങളിലും ഇതുപോലെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റേഷൻസിലൊന്നും വേറെ എന്തെങ്കിലും ഇതുപോലെ കിട്ടിയതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടുതൽ ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും ആയാൽ നിങ്ങളെ അറിയിക്കാം. അല്ല, അതിപ്പോൾ അറിയിച്ചില്ലെങ്കിലും ഇന്നത്തെ പ്രൈം ടൈം ഡിബേറ്റിൽ നിങ്ങൾ തന്നെ കേസ് സോൾവ് ചെയ്യുന്നു. എക്സ്ക്യൂസ് മീ സിയാദ്, MO കോടതിയിലേക്ക് എത്തിക്കാൻ വൈകരുത്. FSL-ൽ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തേക്കാം. യു കളക്ട് ഓൾ ദ ഡീറ്റെയിൽസ് ആൻഡ് യു കൻ ലീവ്. ഞാൻ നിങ്ങളെ ജോയിൻ ചെയ്തോളാം. ഓക്കെ സർ. ആ വാ. സ്ത്രീകളുടെ ഈ ജോബോൺ പുരുഷന്മാരുടേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിരിക്കും. പുരുഷന്മാർക്ക് അത് കുറച്ചുകൂടെ ബ്രോഡർ ആയിരിക്കും. ഒരു ഇനിഷ്യൽ ഒബ്സർവേഷൻ്റെ ബേസിൽ സ്കൾ മോഫോളജി വെച്ചിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നത് ദ വിക്ടം ഇസ് എ ഫീമെയിൽ, ഏജ്ഡ് ബിറ്റ്വീൻ 25 and 30. പിന്നെ ഈ സ്കളിന് 1 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. അതായത് മരണം സംഭവിച്ചിരിക്കുന്നത് 2019 സെപ്റ്റംബർ ഓർ ഒക്ടോബർ. DNA പ്രൊഫൈൽ കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ റിപ്പോർട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ടാസ്ക് മരിച്ച ആളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്തായാലും അതൊരു ഈസി ടാസ്ക് ആവില്ല. ലെറ്റ്സ് സീ. താങ്ക് യു ഡോക്ടർ. സോ നീല, ഹിയർസ് യുവർ ഫസ്റ്റ് അസൈൻമെന്റ്. യെസ് സർ. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ നമ്മുടെ സ്റ്റേറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ മിസ്സിംഗ് കേസസിന്റെയും ഡീറ്റെയിൽസ് എടുക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളുടേത്, മിനിസ്റ്ററിന്റെ മകന്റെ കേസിലെ പെൺകുട്ടിയുടേത് ഉൾപ്പെടെ. എന്നിട്ട് അതിൽ നിന്ന് 20-നും 30-നും വയസ്സിനിടയിലുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ സർ, ചെയ്യാം. സാധാരണ ഭർത്താക്കന്മാരുടെ കള്ളുകൂടി, അതല്ലെങ്കിൽ വീട്ടിൽ സമാധാനം തരാതെ അടിയും വഴക്കും ബഹളവും, അല്ലെങ്കിൽ വേറെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം. ഇതൊക്കെയാ സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. ഇതിപ്പം നല്ല അടക്കവും ഒതുക്കവും അനുസരണയുള്ള സ്വഭാവം. പിന്നെ എന്തിനാ മോളെ ഈ ഡൈവോഴ്സൊക്കെ? അനുസരണ കൂടിയതിന്റെ കുഴപ്പ ചന്ദ്ര ചേച്ചി. എല്ലാവർക്കും സ്വന്തം അമ്മയോട് സ്നേഹം അനുസരണയൊക്കെ വേണം. പക്ഷെ അമ്മ പറയുന്നതിനപ്പുറമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് പോട്ടെ, സ്വന്തം ഭാര്യയുടെ കാര്യം പോലെ അമ്മയുടെ തീരുമാനത്തിന് വിട്ടിട്ടാണോ അനുസരണ കാണിക്കണ്ടേ? ആ
അയ്യോ അവരൊരു പാവം സ്ത്രീയല്ലേ മോളെ? അതെ അതെ, ആത്മീയതയുടെ മുഖമൂടി ഉണ്ടെന്നേ ഉള്ളൂ, ശരിക്കുള്ള ഫേസ് വേറെയാ. പക്ഷെ ഞാൻ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു മോളെ. ഈ കുലസ്ത്രീ ഡയലോഗ് ഇറക്കല്ലേ അമ്മ, എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനാ? അതിടാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ജോലിക്ക് പോയി 6 മണിക്ക് തിരിച്ചെത്തണം, പിന്നെ അവരുടെ കുറെ ഡെമി ഗോഡ്സ് ഉണ്ട്, അവരുടെ കാലിലും പോയി വീഴണം. അജയ്ക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്തത് പോട്ടെ, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും മിണ്ടത്തുമില്ല. നിന്റെ ഡിസിഷൻ പറഞ്ഞപ്പോൾ അജയ് എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, ലാപ്ടോപ്പിൽ നോക്കിയിരുന്നു. പിന്നെ ആളുടെ അമ്മയോട് പറയാൻ പറഞ്ഞു. നല്ല ബെസ്റ്റ് ഭർത്താവ്. 2 മാസമാവുന്നു ചിന്നുവിനെ ചോദിച്ചെങ്കിലും അജയ് വിളിച്ചിട്ട്. ചിന്നു മോളെ, ആ പാവ വേണ്ട, ബാ അമ്മ പുതിയ മേടിച്ചുതരാം. എനിക്ക് ഈ കുഞ്ഞുട്ടിയാവ മതി, എനിക്ക് എന്റെ ചിറ്റ വാങ്ങാ. മിസ്സസ് പത്മജ അപ്പൊ കൂടെ വരുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാണോ? കുഞ്ഞി പോയിട്ട് 1 കൊല്ലം പോലും ആയില്ല മോളെ, പിന്നെ ഞാൻ എങ്ങനാ? അവൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇങ്ങനെ സെൻഡി ആവല്ലേ അമ്മ, ഹാപ്പി ആയിട്ട് വേണ്ടേ ശരി യാത്ര ശരി, അയക്കാൻ? രാഹുലം തുടങ്ങുന്നതിന് മുമ്പ് നീ പോവാൻ നോക്ക്. എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം, നിന്റെ സമയം അത്ര ശരിയല്ല കേട്ടോ. അമ്മയുടെ ടൈം നല്ല ബെസ്റ്റ് അല്ലേ, അമ്പലവും നഴ്സറിയും ട്യൂഷനും ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി ലൈഫ്. പിന്നെ ഞാനും ഇതൊക്കെ കളഞ്ഞിട്ടൊരു വരവുണ്ടേ. ഇങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർക്കത്തില്ല, അതാ. അടുത്ത മീറ്റിംഗിന് വരുമ്പോൾ ഞാൻ നിന്റെ പുതിയ സംഗീതത്തിലേക്ക് വരുന്നുണ്ട്. വെൽക്കം വെൽക്കം. ചിന്നു, അമ്മമ്മയ്ക്ക് ഉമ്മ. മതി 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 മതി, നീ ബാക്കി വാട്സാപ്പിൽ അയക്കാം കേട്ടോ. പോട്ടെ അമ്മ. കായൽ പരിസരത്ത് നിന്ന് വേറെ ബോഡി പാർട്സ് ഒന്നും കിട്ടിയില്ലല്ലോ സാർ. അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ കേസിനൊരു സപ്പോർട്ടായ. അതിനൊരു സാധ്യത കാണുന്നില്ല. ഈ കേസിലെ കൊലയാളിയുടെ ഒരു പ്രോബബിൾ മോഡസ് ഓപ്പറാൻഡി വെച്ച് മറ്റ് ബോഡി പാർട്സ് വേറെ വേറെ സ്ഥലങ്ങളിൽ ഡിസ്പോസ് ചെയ്യാനാവും സാധ്യത. തല ഇവിടെ നിന്ന് കിട്ടി, മറ്റ് ശരീരഭാഗങ്ങൾ വേറെ വേറെ സ്ഥലം. സർ, ഈ വേറെ വേറെ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ അധികം ആൾക്കാർ ശ്രദ്ധിക്കാൻ ഇടയില്ലാത്ത സ്ഥലങ്ങൾ. ഇനി വല്ല റെയിൽവേ ട്രാക്സോ മറ്റോ ആണെങ്കിൽ ക്ലെയിം ചെയ്യപ്പെടാത്ത ബോഡികൾ സർക്കാർ ചെലവിൽ ക്രിമേറ്റ് ചെയ്യും. ഡോക്ടർ സന പറഞ്ഞതുപോലെ ഇത് 2019 സെപ്റ്റംബറിലോ മറ്റോ നടന്ന ഡെത്താണെങ്കിൽ മറ്റ് ബോഡി പാർട്സ് ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് വിക്ടിമിനെ കണ്ടെത്തുക അത്ര എളുപ്പമാവില്ല. സാധാരണ ചത്തവനെ കിട്ടും, തട്ടിയവനെ കിട്ടാനാ പാട്. ഇവിടെ ഇപ്പോൾ ചത്തതാരാണെന്ന് നമ്മൾ ആദ്യം തപ്പണമല്ലോ, പടച്ചവനെ. നാച്ചുറൽ ഗാർഡിയൻ എന്ന നിലയ്ക്ക് ചിന്നുവിൻ്റെ കസ്റ്റഡി അവർക്കും ആവശ്യപ്പെടാം. പിന്നെ മ്യൂച്വൽ ഡിവോഴ്സ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ട്. എൻ്റെ ഡിസിഷനിൽ മാറ്റമില്ല ഹരിത. പിന്നെ ചിന്നുവിൻ്റെ കാര്യം, എൻ്റെ മോളെ എൻ്റെ കൂടെയല്ലേ നിൽക്കണ്ടേ? മേധ, ഇമോഷണലി അത് ഓക്കെയാണ്, പക്ഷേ ലീഗലി നോക്കാം. ഞാൻ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാൻ തയ്യാറാണ്. എനിവേ, ചിന്മയിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നന്നായി. നാട്ടിലമ്മയോടൊപ്പം തകർക്കായിരുന്നില്ലേ കക്ഷി? ഇങ്ങനെ ഇരിക്കുന്നൊന്നും നോക്കണ്ട, കുരുത്തക്കേടിന്റെ ഹോൾസെയിൽ ഡീലറാ. മോളു, ആ പാവയെന്ന് ആൻറ്റിക്ക് തരുമോ? തന്നത് തന്നെ, അതവളുടെ ചിറ്റ മേടിച്ചു കൊടുത്തതാ. ഫുൾ ടൈം അവളുടെ ഒപ്പം ഉണ്ടാവും. ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മേധയുടെ സിസ്റ്റർ സൈക്കോളജി ഒക്കെ പഠിച്ചതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തത്? പാരസൈക്കോളജിയിലായിരുന്നു അവളുടെ ഇൻട്രസ്റ്റ്. പിന്നെ റിസർച്ചിന്റെ എന്തോ കാര്യത്തിന് പോയിട്ട് വീട്ടിൽ വന്ന് ഫ്രഷ് ആവാൻ വേണ്ടി റൂമിൽ കയറി കഥ കടിച്ചതാ. കുറെ നേരം കഴിഞ്ഞ് അമ്മ പോയി നോക്കുമ്പോൾ ദുപ്പട്ടയുടെ തുമ്പില് റീസണെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു. അത് പോട്ടെ, ചിന്മയി ഇവിടെ പുതിയ സ്കൂളിലൊക്കെ ചേർന്ന് സിറ്റിയിലെ ആളായല്ലേ? എന്നാ പിന്നെ അമ്മയോട് ഇവിടെ ഒരു വീട് വാങ്ങാൻ പറ.
ദേ വക്കീലെ, ഈ വില്ല പ്രോജക്റ്റിന്റെ ക്യാൻവാസിങ് ഇങ്ങോട്ട് വേണ്ട കേട്ടോ. ഞാൻ ഇപ്പോഴും തനി നാട്ടുമ്പുറത്തുകാരിയാ. ശരി, ഇന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ചിന്നു ആന്റിയുടെ അടുത്ത് ബായ് പറ. ബായ് മോളു. ബായ് മോളു. ബൈ. ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മിസ്സിംഗ് കേസസിൽ സ്ത്രീകൾ എത്ര പേരുണ്ട്? 1434 സർ. ഇതിൽ എത്ര പേരെ കണ്ടെത്തിയിട്ടുണ്ട്? 627 വരെ കണ്ടെത്തിയിട്ടുണ്ട്. സർ, ഇതിൽ 579 പേരുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. സൂയിസൈഡ് കേസസ്. ഈ 228-ൽ എത്ര പേരുണ്ട് 25-നും 30-നും ഇടയിൽ പ്രായമുള്ളവർ? 37 പേർ. ഈ 37 പേരുടെയും ഫുൾ ഡീറ്റെയിൽസ് വിത്ത് ഫോട്ടോഗ്രാഫ്സ് എടുക്കണം. അതിൽ സ്കള്ളിന്റെ അനാറ്റമിക്കൽ ഡേറ്റയായിട്ട് മാച്ച് ചെയ്യുന്ന ഫോട്ടോസ് ഉണ്ടെങ്കിൽ റെഫറൻസ് സാമ്പിൾ എടുത്ത് DNA ടെസ്റ്റിന് അയക്കണം. സർ. ചിന്നു, യൂണിഫോം നനച്ച് ചീത്തയാക്കല്ലേ. ചേച്ചി, ടിഫിൻ റെഡിയാണോ? ഉമ്മ ഉമ്മ ബൈ ബൈ ബൈ. ബൈ. സ്കാൾ സൂപ്പർ ഇമ്പോസിഷൻ അല്പം ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷേ ഈ ഒരു കേസിൽ ഫർദർ ക്ലൂസ് ഇല്ലാത്ത സ്ഥിതിക്ക് വി വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. ശരി, വിൽ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഷുവർ സർ. കുളിച്ച് റെഡിയായി വരുമ്പം ആൻറ്റി മോക്ക് പാലെടുത്ത് വെക്കാം കേട്ടോ. എന്തിനാ മോളെ കിണറ്റിലെത്തി നോക്കുന്നേ? ഇങ്ങോട്ട് വാ. നേരെ ചൊവ്വേ വളർത്തില്ലെങ്കിൽ ഇതാ കുഴപ്പം. മടങ്ങി ഇവിടെ നിന്നോണം. ചിന്നൂന് പാലെടുക്കുവാണേ. എനിക്ക് പാല് വേണ്ട, എനിക്ക് ഐസിട്ട ജ്യൂസ് മതി. തണുത്തത് കഴിച്ച് ജലദോഷം പിടിപ്പിച്ചിട്ട് എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾപ്പിക്കാനല്ലേ? ഐസിട്ട ജ്യൂസ് മതി. ആ
കുഞ്ഞൂട്ടി എന്റെ ജ്യൂസ് എങ്കിൽ ജ്യൂസ്. ആ മഹേഷ്, സോറി സർ, നോ ഹോ. ഇതിലാരും നമ്മുടെ വിക്ടിമല്ല. എല്ലാം മിസ്മാച്ചാ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അത് ഒരു ഫോറൻസിക് ആന്ത്രപ്പോളജിസ്റ്റിന്റെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സ്കള്ളിന്റെ ഫേസ് ഡിജിറ്റലി റീകൺസ്ട്രക്ട് ചെയ്യാൻ നോക്കിയാലോ? കോമൺ പ്രൊസീജിയർ അല്ലാത്തതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. Okay, go ahead. Let's try that then. ഓക്കെ. Yeah. ഹലോ ഹലോ ഞാൻ ചിന്നൂട്ടിയാ. ഹലോ ഹലോ ഞാൻ ചിന്നൂട്ടിയാ. ചിന്നു, മതി കളിച്ചത്, നിർത്തിക്കേ. സമയം എത്രയായിന്നാ? 2 മിനിറ്റ്. മതി, 1 മിനിറ്റും ഇല്ല. ഇങ്ങതാ തന്നെ. കിടന്നു. അമ്മ തണുക്കണില്ല. AC 19. നിനക്ക് തണുക്കുന്നില്ലെങ്കിൽ നീ പുതയ്ക്കണ്ട. എന്താ മോളെ? ചേച്ചി ഇവിടെ എന്തെടുക്കുവാ? മോളെ, ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എൻ്റെ ദേഹത്താരെ വെള്ളം തളിച്ച പോലെ ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ആ പേങ്ങലടിച്ചുള്ളൊരു കരച്ചിൽ കേട്ട് ശ്രദ്ധിച്ചപ്പോൾ ഒരു പെൺകൊച്ചിൻ്റെ കരച്ചിലാ. നട്ടപ്പാതിരിക്ക് ഒരു വട്ട്. അയ്യോ അല്ല മോളെ, ഞാൻ കേട്ടതാ. ദാ അടുക്കള ഭാഗത്തുനിന്ന്. ഈ വീടിനെന്തോ കുഴപ്പമുണ്ട് മോളെ. ആർക്കും എന്താ പ്രശ്നം എന്നൊക്കെ നേരം വെളുത്തിട്ട് തീരുമാനിക്കാം. അത് പിന്നെ ഒന്നും പറയണ്ട. ആ മുറി തുടച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങ്. മിസ്സിംഗ് കേസസിന്റെ ലിസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടുണ്ട് സാർ. ഇതുവരെ ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും SHOമാരോട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും കേസ് മിസ്സായെന്ന് നോക്കാൻ. പിന്നെ ട്രേസ് ചെയ്തവരുടെയും മരണപ്പെട്ടവരുടെയും ഒക്കെ ലിസ്റ്റ് ഞാനൊന്നും കൂടെ നോക്കിയായിരുന്നു സർ. എടോ, നമ്മുടെ ഈ വിക്ടിം കേരളത്തിന് പുറത്തുള്ള ആളാണെങ്കിലോ?
അങ്ങനെ വരാനും ചാൻസ് ഉണ്ട് സർ. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പേര് പുറത്തുള്ള ആൾക്കാരല്ലേ. സാർ, സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. വിസിറ്റേഴ്സിനെ അലോ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. സാറിന് ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ. അപ്പോൾ പരിചയമുള്ളതാ, കണ്ടിട്ടേ പോളൂ എന്ന് പറയുന്നു. ആൾ ഇത്തിരി ഫിറ്റാണ്. ചന്ദ്രവാനെന്നോ അങ്ങനെ എന്താണ് സാർ പറഞ്ഞത്? പണ്ട് അയ്യപ്പണ്ണൻ റെസിഡൻഷ്യൽ ലോഡ്ജിലിരുന്ന് പാടിയതാ. കരളു പങ്കിടാൻ വയ്യന്റെ പ്രേമമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. ഈ ഒരു നാരെന്നറിയോ, ഈ ഉലകത്തിൽ എനിക്ക് രക്തബന്ധമുള്ള ഏക മനുഷ്യൻ എന്നെ അനന്തരവൻ. വാ വരുമോനെ, ഇരിക്ക് വാ. ഇത് നടക്കത്തില്ല കേട്ടോ. ഈ എവിടെയെങ്കിലും പോയി അടിച്ച് ബോധം പോകുമ്പോൾ എന്റെ കെയർ ഓഫ് പറയുന്ന പരിപാടി നിർത്തിക്കണമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എടാ, ഈ ലോകത്ത് എനിക്ക് നിന്റെ കെയർ ഓഫ് അല്ല വേറെ ആരുടെ കെയർ ഓഫാണ് ഉള്ളത്. ഈ ലോകത്ത് നിനക്ക് രക്തബന്ധമുള്ളത് ഞാൻ മാത്രമല്ലടാ മോനെ. ഞാനൊരു സ്പിരിച്വൽ ട്രിപ്പിലാണ്, സ്വത്വം തേടിയുള്ള യാത്ര. അടുത്ത യാത്രയ്ക്ക് പിന്നെ നിന്നെ ഒന്നൊന്ന് കാണണമെന്ന് ബാറിലിരുന്നപ്പോൾ ഒരു വെളിപാട്. മോനൊരു 3000 മണീസ് തരും. ആ, എന്നിട്ട് ആ കാശ് വാങ്ങിച്ച് ഇവിടുന്ന് ഏതെങ്കിലും ബാറിലോട്ട് അവിടെ ഒരു നടിച്ച് പൂക്കുറ്റിയോ ഏതെങ്കിലും ഓടയിൽ. അതായിരിക്കുമല്ലോ നേരത്തെ പറഞ്ഞ ആ സ്പിരിച്വൽ ജേണി. അല്ലടാ, സത്യമായിട്ട് ഞാൻ ആത്മീയതയുടെ പാതയില്ല. എന്നാലും സ്വഭാവം മറക്കാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ പെറ്റ് കിട്ടിയടാ, അതടയ്ക്കാനാ. നീ കാശോ? എടാ, ഇടയ്ക്കൊക്കെ നീ എന്നെ വന്നൊന്ന് അന്വേഷിക്കണം കേട്ടോ. ആ, ഞാൻ എവിടെയെങ്കിലും വീണ് ചത്താലും എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ. വെറുതെ ഒരു അജ്ഞാത ശവം എന്ന പേര് ദോഷം കേൾപ്പിക്കണ്ടല്ലോ. കാത്തിരിക്കാൻ ആരുമില്ല, ഓർത്തു വയ്ക്കാനൊന്നുമില്ല. വെച്ചൊരു പൊട്ടിയ ജില്ലുവാക്കം. എടോ, നമ്മുടെ ഈ വിക്ടിമിന്റെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലോ? അതെങ്ങനെ? അല്ല, ഒരാളെ കാണാതായാൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും വേണ്ടേ പരാതി കൊടുക്കാൻ? ഒരു പരാതി കൊടുക്കാൻ പോലും ആരുമില്ലാത്ത ഒരാളാണെങ്കിലോ, യുനോ ലൈക്ക് an orphan. മോളെ, പാവ എവിടെയാണ് വെക്കുന്നത്? ഷോക്കേഴ്സിൽ കൊണ്ടുവെക്ക്. എന്റെ കുഞ്ഞുട്ടി തണുപ്പിട്ടല്ലേ ഷോക്കേഴ്സിൽ വെച്ച ശ്വാസം മുട്ടും. അല്ല കുഞ്ഞുട്ടി, ഒരു കുഞ്ഞുട്ടി. കുഞ്ഞുട്ടി, എന്റെ കുഞ്ഞുട്ടി, നാല് ചുറ്റണ കുഞ്ഞുട്ടി, ഓടി വരണേ കുഞ്ഞുട്ടി. സോ ഇപ്പൊ നമ്മൾ ക്ലൂലെസ് ആണ്. മിസ്സിംഗ് കേസസിന്റെ ഒരു ലിസ്റ്റ് എടുത്തിട്ടുണ്ട് മാം. എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ, ഇങ്ങനൊരാൾ മിസ്സിംഗ് ആയത് നമ്മുടെ പോലീസ് സിസ്റ്റത്തിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ കടന്നുപോയിട്ടുണ്ടാവുന്നതാണ്. സത്യ, പലപ്പോഴും നമ്മൾ പോലീസുകാരുടെ രക്ഷയ്ക്കെത്തുന്നത് ഇത്തരത്തിലുള്ള ഇൻറ്റ്യൂഷൻസ് ആണ്. തൻ്റെ ഇൻറ്റ്യൂഷൻ ഈ കേസിൽ നമ്മളെ രക്ഷിക്കട്ടെ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ഉള്ളത് നമുക്ക് കിട്ടിയ തലയോട്ടിയിലാണ് മാം. അതിലെ എല്ലാ പല്ലുകളും കൊഴിഞ്ഞു പോയിരുന്നു എക്സെപ്റ്റ് 1 ടൂത്ത്. ആ ഒരു പല്ലിന് മാത്രം എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ. സാധാരണ അങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ പല്ലുകൾ കുറച്ചു കാലം കഴിയുമ്പോൾ പൊഴിഞ്ഞു പോകും. അങ്ങനെ പൊഴിഞ്ഞു പോകാത്ത പല്ലുകൾ ചിലപ്പോൾ പ്രോസ്തറ്റിക് ടീത്ത് ആവാം. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമുക്ക് ഫോറൻസിക് ഓഡന്റോളജി ഒന്ന് ട്രൈ ചെയ്താലോ? There's a possibility. മാഡം, ഒരു ഓഡന്റോളജിസ്റ്റ് ഉണ്ട്, an academician from ചെന്നൈ, ഡോക്ടർ ആദവൻ പത്മനാഭൻ. അദ്ദേഹത്തെ നമുക്ക് ഇപ്പൊ തന്നെ കണക്ട് ചെയ്യാം. മാം, ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഐ ഗോ ആൻഡ് മീറ്റ് ഹിം ഇൻ പേഴ്സൺ. ദാറ്റ്സ് ബെറ്റർ. സോ നമ്മൾ തുറക്കാൻ പോകുന്നത് ഒരു പാൻഡോറാസ് ബോക്സ് ആണ്.
അറിയപ്പെടാതെ തണുത്തുറഞ്ഞു പോയ ഒരു മിസ്റ്റീരിയസ് ഹോമിസൈഡിന്റെ പാൻഡറാസ് ബോക്സ്. ഇങ്ങനെ വലിച്ചു വാരി ഇടാനാണെങ്കിൽ ക്രയോൺസ് നീ വാങ്ങിച്ചു തരില്ല കേട്ടോ ചിന്നു. കായലിൽ നിന്ന് പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടിയ തലയോട്ടി കണ്ടെത്തിയ കേസിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. കളിക്കല്ലേ അമ്മ എപ്പോഴും ഭയങ്കര ചൂടിലല്ലേ? അപ്പൊ മോള് തണുപ്പിച്ചതാ. നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. ആദ്യഘട്ട പരിശോധനകളിൽ നിന്ന് 30 വയസ്സിനടുത്ത് പ്രായമുള്ള യുവതിയുടേതാണ് തലയോട്ടി എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഫോറൻസിക് വിദഗ്ധരുടെ സേവനം ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ മാലിനി അരവിന്ദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്കൾ ഞാൻ എക്സാമിൻ ചെയ്തു. യുനോ ഫിംഗർ പ്രിന്റ്സ് പോലെ തന്നെ വളരെ യൂണിക്കാണ് ഓരോരുത്തരുടെ ഡെന്റൽ പാറ്റേൺസ്. റീസെൻ്റ്ലി യൂറോപ്യൻ ജേർണൽ ഓഫ് ഇന്റർണൽ മെഡിസിനിൽ വന്ന ഒരു സ്റ്റഡിയിൽ കണ്ടതാ. അഡോൾഫ് ഹിറ്റ്ലർ മരിച്ചിട്ടില്ല. ഹിറ്റ്ലറും അയാളുടെ ഗേൾഫ്രണ്ടും കൂടെ ഒരു സബ്മറീനിൽ അർജന്റീനക്ക് രക്ഷപ്പെട്ടുന്ന് ഒരു കോൺസ്പിറസി. ഹിറ്റ്ലർ തന്നെയാണ് മരിച്ചതെന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം ഫോറൻസിക് ഓഡോntologyയിലൂടെയാണ്. പല രാജ്യങ്ങളിലും ഓരോരുത്തരുടെ ഡെന്റൽ റെക്കോർഡ്സ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അത് ഒരുപാട് കേസുകളിൽ ഹെൽപ്ഫുൾ ആകാറുമുണ്ട്. ലൈക്ക് ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാം, ബൈറ്റ് മാർക്സ് വെച്ച് ആ കൾപ്പറേറ്റ് ആരെന്ന് കണ്ടുപിടിക്കാം. ബട്ട് ആസ് യു നോ നമുക്ക് ഡെന്റൽ റെക്കോർഡ്സിൻ്റെ ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ല. അപ്പോൾ ഈ കേസിൽ നമുക്കിനി എന്തെങ്കിലും ഒരു ഹോപ്പ്? ഡെഫിനറ്റ്ലി യെസ്. നിങ്ങൾ ഗസ്റ്റ് ചെയ്തതുപോലെ ഈ സ്കല്ല് ഇളകാതിരുന്ന ആ പല്ല് തന്നെയാണ് നമ്മുടെ ഹോപ്പ്. ഈ ഡെന്റൽ സ്ട്രക്ചറിലെ ഫ്രണ്ട് പോർഷനിലുള്ള ഈ പല്ല് മുമ്പ് കേടായതോ പൊട്ടിപ്പോയതോ ഷേപ്പ്ലെസ് ആയതോ ആയിരിക്കാം. ഇങ്ങനെ അനോമലീസ് ഉള്ളവർ ഒരു ഫ്രൂട്ട് കടിച്ചാൽ അതിന് ഇംപ്രഷനുള്ള ഡിഫറൻസ് പോലും നമുക്കറിയാൻ പറ്റും. എന്തായാലും മരണത്തിന് ഏതാനും മാസം മുമ്പ് ദിസ് വിക്ടം ഹാസ് ഡൺ എ ഡെന്റൽ ട്രാൻസ്പ്ലാന്റ്. ബോണിൽ സ്ക്രൂ ചെയ്ത് വെച്ചത് കൊണ്ടാണ് വെള്ളത്തിൽ കടന്നിട്ട് കൂടെ ആ ആർട്ടിഫിഷ്യൽ ടൂത്ത് മാത്രം ഇളകാതിരുന്നത്. അപ്പോൾ ഡെന്റൽ ഹോസ്പിറ്റൽസിലെ റെക്കോർഡ്സ് വെച്ച് നമുക്ക് എക്സാക്ട്ലി. പക്ഷേ മുഴുവൻ ഡേറ്റ നമുക്ക് വേണ്ട. ഇതിനെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ ഡയമെൻഷൻ, പല്ലിൻ്റെ നിറം മാച്ച് ആവാനുള്ള ഷെയ്ഡ് വാല്യൂ, ഇതൊക്കെ വെച്ച് നമുക്ക് ആ പേഴ്സണ് നാരോ ഡൗൺ ചെയ്യാം. സോ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത കോമ്പിനേഷൻ കണ്ടെത്താനായാൽ ദാറ്റ് വിൽ മേക്ക് യുവർ ജോബ് ഈസിയർ.